An Indian in England by Robert Canigale. ROBERTKNIGL. അപ്പോൾ റോബർട്ട് കാനിഗേൽ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബയോഗ്രാഫറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായിട്ടുള്ള ശ്രീനിവാസ് രാമാനുജനെ പറ്റി എഴുതിയ ശ്രീനിവാസ് രാമാനുജൻ്റെ ബയോഗ്രഫി അദ്ദേഹം എഴുതി. അതാണ് ആൻ ഇന്ത്യൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ആ ഒറിജിനൽ ബുക്ക് എന്ന് പറയുന്നത്, ബുക്കിൻ്റെ പേര്, ആ ബയോഗ്രഫിയുടെ പേരെന്ന് പറയുന്നത് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി, എ ലൈഫ് ഓഫ് ദി ജീനിയസ് രാമാനുജൻ എന്നാണ്. 1991 പബ്ലിഷ് ചെയ്തത്. ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി, എ ലൈഫ് ഓഫ് ദി ജീനിയസ് രാമാനുജൻ. പിന്നെ ഇത് സിനിമ ആയിട്ടുണ്ട്, നമ്മളെന്ന് കാണിച്ചത്. അത് ഡയറക്റ്റ് ചെയ്ത മാത്യു ബ്രൗൺ ആണ്. മാത്യു ബ്രൗൺ. അത് ഇന്ത്യൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ഈ ബയോഗ്രഫി ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റിയിലെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അതിന് എടുത്തൊരു കുഞ്ഞു പോർഷനാണ്. പിന്നെ ഈ സിനിമയുടെ പേര് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്നാണ്. 2015 റിലീസ് ചെയ്തത്, മാത്യു ബ്രൗണിൻ്റെ മൂവി. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, ഈ ടെക്സ്റ്റിൽ കുറച്ച് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, വാട്ട് വേ ഡസ് കാനിഗേൽ കണക്ട് ഗാന്ധിജീസ് അറൈവൽ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് രാമാനുജൻ? ഇംഗ്ലണ്ടിലെ ഗാന്ധിജിയുടെ അറൈവലിനെയും രാമാനുജൻ ഇംഗ്ലണ്ടിൽ പോയതിനെയും പറ്റി റോബർട്ട് കാനിഗേൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് എഴുതിയേക്കുന്നതെന്നാണ്. അപ്പം റോബർട്ട് കാനിഗേൽ പറയുന്നുണ്ട്, ശ്രീനിവാസ രാമാനുജനല്ല ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ പോയ വ്യക്തി. ഇതിൽ പറയുന്നത് മെയിൻലി ഇംഗ്ലണ്ടിൽ പോയപ്പം രാമാനുജൻ ഫേസ് ചെയ്ത പ്രോബ്ലംസും ഒക്കെയാണ് ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ, ഒരു ഫോറിൻ കൺട്രിയിൽ പോയപ്പോൾ. അപ്പം പറയുകയാണ്, ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇങ്ങനെയാണ്, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയത് രാമാനുജനല്ല. കാരണം രാമാനുജൻ ജനിച്ച വർഷം ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയ വർഷമാണ് 1887. അതിൽ ഗാന്ധിജി അറൈവ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പം അതേ ഇയറാണ് രാമാനുജൻ ജനിച്ചത്. അപ്പം രാമാനുജൻ ജനിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഇപ്പോൾ ഫാദർ ഓഫ് നേഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ അതാണ് ആ ഒരു കണക്ഷനാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. പിന്നെ ഗാന്ധിജിയുടെ ഇംഗ്ലണ്ടിലുള്ള എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കാം. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ അതിനെപ്പറ്റി പറഞ്ഞതെന്ന് പറയുമ്പം, എപ്പോഴും അദ്ദേഹം വീടിനെ കുറിച്ചും ഹോമിനെ കുറിച്ചും കൺട്രിയെക്കുറിച്ചും എപ്പോഴും ആലോചിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അമ്മയുടെ ലവ്, അതൊക്കെ എപ്പോഴും അയാളെ ഹോണ്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഷെയർ മൈ മിസറി വിത്ത് എനിവൺ. അവിടെ ഇംഗ്ലണ്ടിലുള്ള ആരോടെങ്കിലും തൻ്റെ വിഷമങ്ങൾ പറയാൻ ഇമ്പോസിബിൾ ആയിരുന്നു. കാരണം അവർക്കാർക്കും മനസ്സിലാവത്തില്ല. കാരണം അവരുടെ ആൾക്കാരുടെ സ്വഭാവവും അവരുടെ വേസും എല്ലാം ഡിഫറെൻ്റ് ആണ്, സ്ട്രെയിഞ്ച് ആണ്. അവരുടെ താമസിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി ന്യൂ ദാറ്റ് നത്തിങ് വിൽ സൂത് ഹിം. ആർക്കും കംഫർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ആൻഡ് ഐ ഹാഡ് ടു ബി മൈ ഓൺ ഗോഡ്. സ്വയം ഇങ്ങനെ കംഫർട്ട് ചെയ്യാം എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ആണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ടിലുള്ള എക്സ്പീരിയൻസിനെ പറ്റി പറയും. പിന്നെ ലിറ്റൺ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചോദിക്കാം. 1922 ലിറ്റൺ കമ്മിറ്റി ഒരു LYTTOI. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ സ്റ്റുഡൻസ്, ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരു 1906 ഒക്കെ ആയപ്പം ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകാൻ തുടങ്ങി, വിദേശത്ത്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ. അപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വർഷാവർഷം ആയിരക്കണക്കിന് പിള്ളേരിങ്ങനെ പഠിക്കാൻ വരും. അപ്പോൾ ഒരുപാട് പേര് അവിടെ പഠിക്കാൻ വന്നു. ഒരാളുടെ പ്രശ്നങ്ങൾ, ഒരാൾ മാത്രം ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കുന്നു, അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ലോകത്തിന് മൊത്തത്തിൽ അതൊരു പ്രശ്നമാവത്തില്ല. പക്ഷേ ഒരുപാട് പിള്ളേർ അവിടെ പഠിക്കാൻ പോയപ്പോൾ അവരുടെ എല്ലാം പ്രശ്നം, അവരെല്ലാം ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് തുടങ്ങിയപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിന് മനസ്സിലായി ഒരു കമ്മിറ്റി രൂപീകരിക്കണം ഇന്ത്യൻ സ്റ്റുഡൻസ് വിദേശത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ് ലിറ്റൺ കമ്മിറ്റി. അത് ഒരുപാട് വർഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ 1922 റിപ്പോർട്ടിൽ ലിറ്റൺ കമ്മിറ്റി പറയുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ഫേസ് ചെയ്ത മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ബ്രിട്ടീഷും ഇന്ത്യൻ സ്റ്റുഡൻസും അവർക്ക് അവരുടേതായ റേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ബ്രിട്ടീഷ് സ്റ്റുഡൻസ് ആയാലും ഇന്ത്യൻ സ്റ്റുഡൻസ് ആയാലും റേഷ്യലി ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് റേസസിൽ പെടുന്നവരാണ്. മറ്റൊരു വൈറ്റ്സ് ആണ്, ഇന്ത്യൻസ് കളേർഡ് ആണ്. അപ്പം ആ ഒരു റേഷ്യൽ ക്യാരക്ടറിൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇമ്പോസസ് ആൻ ഇനീഷ്യൽ ബാരിയർ ടു ഇൻറ്റിമസി. ഇവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസി ഉണ്ടാവാൻ വേണ്ടി ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് ഡിഫറെൻറ്റ് റേസസ് അല്ലെങ്കിൽ റേഷ്യൽ ബാരിയർ ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇന്ത്യൻസ് ആർ ഓവർ സെൻസിറ്റീവ് ടു എനി ഹിൻറ്റ് ഓഫ് പേട്രണേജ്.
പേട്രണേജ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് അങ്ങനെയൊക്കെ ഒരാൾ നൽകുന്ന അതിനെയൊക്കെ ഓവർ സെൻസിറ്റീവ് ആണ്. പക്ഷേ ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ആസ് എ റിസർവ് വിച്ച് കോസസ് ഹിം ടു ബി സ്ലോ ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ് ഈവൻ വിത്ത് ഹിസ് ഓൺ കൺട്രിമെൻ. ഇന്ത്യൻ പീപ്പിൾ എന്ന് പറയുമ്പം എപ്പോഴും ഓവർ സെൻസിറ്റീവ് ആണ്, എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഭയങ്കര സോഷ്യലായിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യൻസ്. പക്ഷേ വിദേശികൾ, ബ്രിട്ടീഷേഴ്സ് എസ്പെഷ്യലി അങ്ങനെ അല്ല എന്ന് പറയുന്നു. അവർ അവരുടെ രാജ്യത്തുള്ളവരോട് തന്നെ ഫ്രണ്ട്ലി ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ റിസർവ്ഡ് നേച്ചർ, അപ്പോൾ അതാണ് അവരുടെ പ്രത്യേകത. അത് ചോദിക്കാം, പ്രത്യേകത റിസർവ്ഡ് നേച്ചറാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ പെട്ടെന്ന് പോയി അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് ഇപ്പോൾ ഒരു ഇന്ത്യൻ ഒരു ബ്രിട്ടീഷുകാരൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവാൻ നോക്കി ആദ്യം അവരൊരു സസ്പീഷ്യസ് ആയിട്ടാണ് നോക്കുന്നത്, എന്തോ ഒരു സംശയത്തോടെ നോക്കും ഇയാളെന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവാൻ വരുന്നത് എന്നുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ് ആ ഒരു എക്സ്ട്രോർഡിനറി റിസർവ് ഉണ്ട്. പിന്നെ കോൾഡ് ബിഹേവിയർ ആണ്, ഫോമലാണ്, അൺഇമോഷണലാണ്, പൊളൈറ്റ് ആണ്, ഡീസൻ്റ് ഒക്കെയാണ്, പക്ഷേ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആണ്. അപ്പം ആ കോൾഡ് ബിഹേവിയർ അതൊക്കെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ അവരുടെ കോൾഡ് ബിഹേവിയറും ഫോമൽ നേച്ചറും, അതായത് ഫോമൽ എന്ന് പറയുമ്പം ആൾക്കാരുമായിട്ട് അത്ര അടുക്കാത്ത, എല്ലാം അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടറാണ് ബ്രിട്ടീഷേഴ്സിനുള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഫാമിലിയെക്കുറിച്ചും, ഇപ്പോൾ മാരീഡ് ആണോ, അയാളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, ജോബിനെ കുറിച്ച്, മക്കളെക്കുറിച്ച് ഇതൊക്കെ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ബ്രിട്ടീഷേഴ്സിന് അങ്ങനെയല്ല, അവർ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കും, കുറച്ചുകൂടെ റിസർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. അവർ മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലൊന്നും അവരൊരു ഇൻട്രസ്റ്റ് വയ്ക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇൻഡിഫറൻസ്. പിന്നെ അവർ എപ്പോഴും അവരുടെ കയ്യിലൊരു റെഡി സപ്ലൈ ഓഫ് പ്ലീസസ് ആൻഡ് താങ്ക് യൂസ് ഉണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇംഗ്ലീഷേഴ്സിൻ്റെ. പിന്നെ റെറ്റിസൻസ് ഓഫ് ഇംഗ്ലീഷ് ഫ്രണ്ട്സ്, അതായത് റെറ്റിസൻസ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് നേച്ചർ, ഡിറ്റാച്ച്ഡ് ആണ്. അതൊക്കെയാണ് ഈ ലിറ്റൺ കമ്മിറ്റി റിപ്പോർട്ട് മെയിൻലി പറഞ്ഞത്. ഇതൊക്കെയാണ് ലിറ്റൺ കമ്മിറ്റി റിപ്പോർട്ട്. ഇതൊക്കെ ഇയാൾ തന്ന ഡിസ്ക്രിപ്ഷനാണ്. മെയിൻലി പറഞ്ഞത് ഇന്ത്യൻസിൻ്റെയും ഇംഗ്ലീഷേഴ്സിൻ്റെയും റേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് അവർ ഫ്രണ്ട്ലി ആവാൻ ഡിഫിക്കൾട്ടാണ്. പിന്നെ ഇന്ത്യൻസ് ഓവർ സെൻസിറ്റീവ് ആണ്, പക്ഷേ ഇംഗ്ലീഷേഴ്സ് കുറച്ച് റിസർവ്ഡ് നേച്ചറാണ്, അതുകൊണ്ട് അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയും. പിന്നെ രാമാനുജൻ ഇനിഷ്യൽ റെഫ്യൂസൽ ടു കം ടു, ഇനിഷ്യലി ഇംഗ്ലണ്ടിൽ പോകാൻ രാമാനുജൻ എന്തുകൊണ്ടാണ് റെഫ്യൂസ് ചെയ്തതെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് രാമാനുജൻ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും ഗസ് ചെയ്യുന്നത് മേ ബി ഇംഗ്ലീഷ് ഫ്രണ്ട്സിൻ്റെ റിസർവ്ഡ് നേച്ചർ അങ്ങനെ ആയിരിക്കും അവരെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. പിന്നെ നീരജ് സി ചൗധരിയുടെ എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന വിദേശത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു. അപ്പം നീരജ് സി ചൗധരി ഇംഗ്ലണ്ടിലുള്ള ഒരു വിസിറ്റിൽ ഒരു ഈവനിങ്ങിൽ അദ്ദേഹം ഒരു ക്ലബിൽ കഴിക്കാൻ പോകും, ഡൈനിങ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും ടേബിളിൽ. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രൂഷൻ, അദ്ദേഹം പരിചയമില്ലാത്ത ആൾക്കാരാണ്, ഒരു ഇൻട്രൂഷൻ അവരവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് വിത്തൗട്ട് ദി സ്ലൈറ്റ് സജഷൻ ഓഫ് ഡിസ്കോർട്ടസി. അതായത് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയല്ല അയാളെ, പക്ഷേ ആ ഒരു കോൺവെർസേഷൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ആ ഇൻട്രൂഷൻ അവിടെ എൻഡ് ചെയ്തു. അതാണ് നീരജ് സി ചൗധരിയുടെ എക്സ്പീരിയൻസ്. പിന്നെ രാമാനുജനെ കുറിച്ചുള്ള എന്ത് ഇമേജാണ് ഈ ഒരു എസ്സേ തരുന്നതെന്ന് ചോദിച്ചാൽ, രാമാനുജൻ്റെ നേച്ചറിനെ കുറിച്ച്. അദ്ദേഹം ഭയങ്കര റിസർവ്ഡ്. രാമാനുജൻ എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്നൊന്നും ഹി വാസ് നോട്ട് റെഡി ടു എംബ്രേസ് ദ ഫോറിൻ വേസ്. പെട്ടെന്നൊന്നും അതിനോട് ഒരു ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തി അല്ലായിരുന്നു. ആൻഡ് ഹി വാസ് ആപ്റ്റ് ടു സ്റ്റാൻഡ് അപ്പാർട്ട് ഫ്രം ദം. ഫോറിൻനെസ് അതിനോട് നിന്ന് മാറി നിൽക്കാനാണ് അദ്ദേഹം. ഭയങ്കര സ്റ്റബേൺ ആയിരുന്നു, സെൽഫ് ഡ്രിവൺ ആയിരുന്നു, സെൽഫ് വിൽഡ് ആയിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ എത്തിയിട്ടും അയാൾക്ക് അയാളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, അതിൽ നിന്ന് മാറാൻ അയാൾ തയ്യാറായില്ല. അപ്പം ആ ഒരു ഫോറിൻ നേച്ചറിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്നതിന് തെളിവാണ് ഇയാൾ അവിടെ ഇംഗ്ലണ്ടിൽ പോയിട്ടും അയാളുടെ റൂമിൽ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ഡേറ്റിയുടെ. എന്നിട്ട് എന്നും രാവിലെ അതിനെ വർഷിപ്പ് ചെയ്യും. ഇദ്ദേഹം ഇവിടെ തമിഴ്നാട്ടിലായിരുന്നപ്പോഴത്തെ പോലെ തന്നെ കുളിച്ചിട്ടൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കും റൂമിൽ അതിൽ തന്നെ. എന്നിട്ട് അത് കഴിഞ്ഞ് ആ ഒരു കാസ്റ്റ് മാർക്ക്, അത് ഈ ഭസ്മോ ചന്ദനോ ഒക്കെ ആയിരിക്കും, അതൊക്കെ ഇടുന്നു ഫോർ ഹെഡിൽ. എന്നിട്ട് അയാളുടെ പ്രേയേഴ്സൊക്കെ ഓഫർ ചെയ്യുന്നു.
ധോത്തി, റിച്വലി പ്യുവർ ധോത്തി മുണ്ടുടുക്കുന്നു. പിന്നെ ഇയാൾ എന്നിട്ട് ഈ കേംബ്രിഡ്ജിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ചന്ദനം ഇത് മായ്ച്ചു കളയും. എന്നിട്ട് ഇയാൾ പുറത്ത് പോകുന്നു എങ്കിൽ മാത്രമേ വെസ്റ്റേൺ ക്ലോത്ത്സ് ഇടുള്ളൂ. ഇയാളുടെ റൂമിൽ എപ്പോഴും ധോത്തിയും ആ ഇന്ത്യൻ സ്റ്റൈൽ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എപ്പോഴും അവിടെ അങ്ങനെ ഒരു സ്ട്രേഞ്ചറിനെ പോലെയാണ്. പിന്നെ ഫ്ലെക്സിബിൾ അല്ലായിരുന്നു. ഹി കുഡ് നോട്ട് സിങ്ക് ഡൗൺ എഫേർട്ട്ലെസ്ലി. പിന്നെ അയാൾ തന്നെ അയാളുടെ കുറച്ചു കാലം അവിടെ നിന്നല്ലോ ഇംഗ്ലണ്ടിൽ. ആ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഇൻസിഡൻസിൽ നിന്നും മനസ്സിലായ കാര്യമാണ് അബൌട്ട് അലൂഫ്നെസ്, അൺഫ്രണ്ട്ലി നേച്ചറും പിന്നെ ആൻഡ് റിസർവ് ടു ഡാം ഹിസ് സണ്ണി ഓപ്പൺനെസ്. അതായത് അത്ര ഈ ഇംഗ്ലീഷ്മാൻ്റെ റിസർവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ശേഷം അത്ര ഫ്രണ്ട്ലി ആവേണ്ട കാര്യമില്ല ആൾക്കാരോട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഹി റൺസ് ബാക്ക് ടു ദ കോസി ഡെൻ ഓഫ് ഹിസ് മാത്തമാറ്റിക്കൽ റിസർച്ച്. ഇവിടെ കോസി ഡെൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ റൂമാണ്. ഹോസ്റ്റൽ റൂമിൽ തന്നെ ഒതുങ്ങി അവിടെ ഇരിക്കാൻ കാരണം അതാണ് അയാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ സ്പേസ്. പുറത്തു പോകുന്നതല്ല. കാരണം ഇംഗ്ലീഷുകാരുടെ ആ ഒരു വേസിനോട് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഫോറിനേഴ്സിനെ കുറിച്ച് എന്താണ് രാമാനുജൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അയാൾക്ക് രാമാനുജൻ അവിടെ ഒരു താനൊരു ഫോറിനർ ആണെന്ന് എപ്പോഴും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തോന്നി. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ ഹിസ് മ്യൂസിക്കൽ ആക്സെൻറ്റ്. സംസാരിച്ചിരുന്നത് രാമാനുജൻ ഒരു മ്യൂസിക്കൽ ആക്സെൻറ്റ് വെച്ചാണ്. അതായത് നമുക്കറിയാം ഇംഗ്ലീഷിന് തന്നെ പല ആക്സെൻ്റ് ഉണ്ട്. ഇപ്പം ഇന്ത്യൻ ആക്സെൻ്റ് അല്ല ബ്രിട്ടീഷ് ആക്സെൻ്റ് എന്ന് പറയുന്നത്. അപ്പം സംസാരിക്കുമ്പോൾ തന്നെ ഒരാളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ തന്നെ ആദ്യം ഒരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഞാനൊരു ഫോറിനർ ആണെന്ന ഫീലിംഗ് എപ്പോഴും മനസ്സിൽ വരും. കാരണം അയാളുടെ ആക്സെൻറ്റ് അവരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഹിസ് സ്കിൻ വാസ് ഡാർക്കർ ബൈ മെനി ഷെയ്ഡ്സ്. ഇന്ത്യൻസ് ആകുമ്പോൾ കളേർഡ് ആണ്, മറ്റൊരു വൈറ്റ്സ് ആണ്. അപ്പം സ്കിൻ ഷെയ്ഡ്, പിന്നെ എവിടെ നോക്കിയാലും ഇപ്പം അവിടെ ഇംഗ്ലണ്ടിൽ എവിടെ നോക്കിയാലും ചേർച്ചും ചാപ്പലും ക്രിസ്ത്യൻ ക്രോസും ജീസസ് ക്രൈസ്റ്റും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നു. ഇയാൾ തമിഴ്നാട്ടിൽ കുംഭകോണം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഈ അമ്പലം അങ്ങനെയൊക്കെ വളർന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെ പോയപ്പം ഈ ചർച്ചും ചാപ്പലും എവിടെ നോക്കിയാലും ക്രോസും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അയാൾക്കൊരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്തു. പിന്നെ മറ്റൊരു ഫോറിനേഴ്സ് തോന്നാൻ കാരണം എന്ന് പറയുമ്പം ഇന്ത്യയിലുള്ള ഫാമിലി സിസ്റ്റം ഒന്നും അല്ല അവിടെ ഇംഗ്ലണ്ടിലൊക്കെ. അവരുടെ ഫാമിലി സിസ്റ്റം കുറച്ചുകൂടെ സ്കാറ്റേർഡ് ആണ്. ഫാമിലി റിലേഷൻസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന അത്ര വാല്യൂ അവിടെ പലരിലും ഇയാൾ കണ്ടില്ല. പിന്നെ ആ ഒരു റെസ്പെക്റ്റ് ഒന്നും പേരൻസിനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇയാൾക്ക് താനൊരു ഫോറിനർ ആണ്, ഈ കൾച്ചറുമായിട്ട് താൻ യോജിച്ച് പോവില്ല എന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും അയാളെ ഓർമ്മിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെ കേംബ്രിഡ്ജിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പോലെയല്ല. കാരണം അവിടെ ഈ വിൻ്റർ സീസണിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂണിൽ തന്നെ ഉച്ചയാകുമ്പോൾ തന്നെ ഭയങ്കര ഡാർക്കായിരിക്കും. പിന്നെ സൺലെസ് ഡേയ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈവൻ ദ ലോങ് സമ്മേഴ്സ് വെയർ ബൈ മദ്രാസ് സ്റ്റാൻഡേർഡ് സൺലെസ്. ഇപ്പം മദ്രാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിൽ. അപ്പം മദ്രാസിൽ വെച്ച് നോക്കുമ്പം ഇംഗ്ലണ്ടിൽ നമുക്ക് ഈവൻ സമ്മർ സീസണിൽ പോലും സൂര്യൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയുന്നു. പിന്നെ ഈ രാമാനുജൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് അവിടെ നിന്നതിനും വേറെ എക്സാമ്പിൾസ് ആണ് ഈ പലപ്പോഴും ബാക്കി ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അവിടെ പഠിക്കാൻ പോയവരൊക്കെ ഓരോ ക്ലബിലൊക്കെ ജോയിൻ ചെയ്യുമായിരുന്നു, ഡിബേറ്റിംഗ് ക്ലബിലും അങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ടൊരു സോഷ്യലൈസേഷന് വേണ്ടിയിട്ട്. പക്ഷേ രാമാനുജൻ ഈ ക്ലബിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഹാർഡി, ഈ രാമാനുജൻ്റെ ടീച്ചർ അവിടെ ആരാണ്, മെൻറ്റർ ആരാണെന്ന് വെച്ചാൽ GH ഹാർഡിയാണ്, HARDY. അപ്പം ഹാർഡി ട്രിനിറ്റി സൺഡേ സൊസൈറ്റിയിലേക്ക് ഒരു മെമ്പറായിരുന്നു. ഇയാളുടെ മെൻറ്ററായിട്ടുള്ള ഹാർഡിയും പിന്നെ ബാക്കി കുറേ പേരും ഒക്കെ ബെർട്രാൻഡ് റസ്സലും ഒക്കെ. പക്ഷേ രാമാനുജൻ അതിനകത്തൊന്നും മെമ്പർ അല്ലായിരുന്നു. പിന്നെ രാമാനുജൻ്റെ സ്വന്തം പേപ്പർ പോലും കേംബ്രിഡ്ജ് സൊസൈറ്റിയിൽ പ്രസൻറ്റ് ചെയ്തത് ഹാർഡിയാണ് വായിച്ചത്, അല്ല രാമാനുജനല്ല. അപ്പം എല്ലാ പബ്ലിക് ഇതിൽ നിന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ ഹാർഡിയുമായിട്ടുള്ള ജോയിൻ്റ് പേപ്പറും ഹാർഡി തന്നെയാണ് വായിച്ചത്. അപ്പോൾ അവിടെ രാമാനുജൻ അന്ന് പോയില്ല. അപ്പോൾ അതൊക്കെ ഇയാളുടെ ആ ഒരു ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറിനെ കാണിക്കും. പിന്നെ കേംബ്രിഡ്ജ് ഒരു പ്രിസണായിട്ട് രാമാനുജന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഫ്ലഷ് ലൈൻഡ് പ്രിസൺ, അവിടെ പ്രിസൺ എന്ന് തോന്നാൻ കാരണം ഈ കേംബ്രിഡ്ജിൽ ഒരു 500 വർഷത്തോളം
പഴക്കം. രാമാനുജൻ പഠിക്കാൻ പോയ സമയത്ത് 500 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളും അതൊക്കെയെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡിമാർക്കേഷനും ഡിവിഷനും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യും അതിൻ്റെ സിമ്പിളായിട്ട്. കാരണം ഇയാളവിടെ പോയപ്പോഴും ഇയാൾക്കൊരു ഫോറിനർ എന്ന രീതിയിൽ ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ട വന്നു. പലരുടെയും പരിഹാസവും ആദ്യമൊക്കെ ആ സിനിമയിലുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇയാളെ അവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിമാർക്കേഷൻ ഡിവിഷനും എപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ രാമാനുജൻ്റെ അപ്പാർട്ട്മെൻറ്റ്, ആ ഒരു താമസിക്കുന്ന സ്ഥലം, ആ ഹോസ്റ്റൽ അയാൾക്കൊരു പ്രിസണായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ അതിൽ നിന്ന് നോക്കുമ്പം എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലെ ക്ലൈമറ്റ് ഇന്ത്യയിലെ പോലെ അല്ല. എപ്പോഴും തണുപ്പും പിന്നെ അതുപോലെ എന്താണ് സൂര്യനെ സമ്മർ സീസണിൽ പോലും കാണാനില്ല എന്നൊക്കെ പറയും. അപ്പം സ്ട്രീറ്റ്സ് ഒക്കെ എപ്പോഴും ഡാർക്ക് ആയിരിക്കും. പിന്നെ ഇയാൾ പോയ സമയത്ത് വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് രാമാനുജൻ അവിടെ പോയത്. അപ്പോൾ എപ്പോഴും വാർ ടൈം ഗ്ലൂമും അവിടെ പലപ്പോഴും ബോംബിടുകയും ഇതിൻ്റെയൊക്കെ പല ആൾക്കാരൊക്കെ ഈ രാമാനുജനും അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എവിടെ നോക്കിയാലും ഡാർക്ക് സ്ട്രീറ്റ്സ്, വാർ ടൈം ഗ്ലൂം. അപ്പോൾ ഇതൊക്കെ അയാൾക്ക് എന്താണ് അയാളൊരു പ്രിസണിലാണ് താമസിക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ പുറത്തെ വോറും പിന്നെ അതുപോലെ എന്താണ് മറ്റ് ഇംഗ്ലീഷ് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഓക്വേർഡ്നെസ്സും, കാരണം താൻ ഫോറിനർ ആണെന്ന് എപ്പോഴും എപ്പോഴും ഫീൽ ചെയ്യുന്നു. രാമാനുജൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. വേറൊരു കൾച്ചറുമായിട്ട് അയാൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒതുങ്ങി മാറി ഇയാളുടെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇയാൾക്ക് ഇതിന്ന് പുറത്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇയാൾക്ക് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇയാൾ റൂമിൽ തന്നെ ഇരിക്കുന്നു. പക്ഷേ അങ്ങനെ കൺഫൈൻഡ് ആകുമ്പോൾ ഒരു പ്രിസൺ പോലെ അയാളുടെ മൈൻഡിൽ തന്നെ അയാൾ സ്വന്തമായിട്ട് അയാളൊരു പ്രിസൺ ആക്കി. അതുകൊണ്ടാണ് കേംബ്രിഡ്ജ് ആൾക്കൊരു ആ ഒരു ഹോസ്റ്റൽ റൂമൊക്കെ ഒരു പ്രിസൺ പോലെയാണെന്ന് പറയുന്നത്.